Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ പത്തലു ഈ മരങ്ങളുടെ മുകളിലുള്ള പഴങ്ങൾക്ക് പകരം നല്ല ചൂടുള്ള സമൂസകളായിരുന്നെങ്കിൽ എന്തായിരിക്കും? എന്നാൽ എന്താ എന്റെ പത്തലു, പിന്നെ ഞാനെന്തിനാ ചായക്കട ചേട്ടന്റെ സമൂസ പോയി കഴിക്കുന്നത്? ഞാൻ ഇവിടെ ഈ മരത്തിന്റെ ചോട്ടിൽ തന്നെ കിടക്കൂലേ, എന്നിട്ട് ചൂടുള്ള സമൂസകൾ ഇങ്ങനെ പറിച്ച് പറിച്ച് കഴിക്കും. എന്റെ മോട്ടോ എല്ലാവരും സ്വപ്നം കാണാറുണ്ട്, മരത്തിൽ നിറയെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്തിട്ട് പണക്കാരനാവാന്ന്. നീ സ്വപ്നത്തിൽ പോലും സമൂസയാണോ കാണുന്നേ? ഓ ഓ പത്തലു, നോക്കിയേ എന്ത് നല്ല ഭംഗിയുള്ള തത്തയാന്ന്. How do you do? Say fine, thank you. കൊള്ളാലോ, ഇത് സംസാരിക്കുന്നുണ്ട്. കൊള്ളാലോ, ഇത് സംസാരിക്കുന്നുണ്ട്. കൊള്ളാലോ, ഇത് നല്ല കഴിവുള്ള തത്തയാണല്ലോ ചേട്ടാ. അതെ, കഴിവുള്ള തത്ത എന്റേതാണ് കേട്ടോ. എന്താ പ്രശ്നം? അത് തന്നെ. പക്ഷെ ഇതിനെ എവിടുന്നാ പിടിച്ചത്? ഞാൻ ഇതിനെ ചെറുപ്പത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പ്രാപ്തിയാക്കി. നിങ്ങൾക്ക് ഈ തത്ത വളരെ ഇഷ്ടപ്പെട്ടോ? അതെ, ഒരുപാട് ഇഷ്ടമാണ്. ഇത് നല്ല സ്നേഹമുള്ള തത്തയല്ലേ, മാത്രമല്ല നമ്മളെ മനസ്സിലാക്കുന്ന തത്തയും. എന്നാ പിന്നെ എന്റെ അടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കൂടെ ഇതിനെ? ആഹാ, വിറ്റേക്കാം. അതിനെന്താ, ഇനിയിപ്പോ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാം. പക്ഷെ ഇതിന്റെ വില 500 രൂപയാണ്. 500 രൂപയോ? എന്റെ ചേട്ടാ, കുറച്ചൊന്ന് കുറച്ചൂടെ? പിന്നെ എന്നാ ശരി, എന്നാ 400 രൂപ താ. പുതിയ തത്തക്കുട്ടിയാണ്, അതിനേക്കാളും കുറയ്ക്കാൻ പറ്റൂല. മോട്ടോ ഇപ്പൊ എന്താ ചെയ്യാ? അതിനിപ്പോ ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ എവിടെയുള്ളു? ചേട്ടാ, ഇത്ര പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ലെന്നേ. പിന്നെ എത്ര തരാനാ ഉദ്ദേശം? നോക്ക് ചേട്ടാ, എന്റെ കയ്യിൽ ഈ 10 രൂപ മാത്രമേ ഉള്ളൂ. ശരി, ഇങ്ങതാ. ഇപ്പൊ ഇതേ ഉള്ളെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? ഇതിനെ വെച്ചോ. ഇനി ഇപ്പൊ ഈ തത്ത നിങ്ങളുടേതാണ്. കേട്ടോടാ കുട്ടാ, ഇന്ന് മുതല് ഇവരാണ് നിന്റെ പുതിയ മുതലാളി. ഇവര് പറയുന്നതെല്ലാം നീ ശരിക്കും കേട്ടോണം, എന്നെ അനുസരിക്കുന്നത് പോലെ. അല്ല ചേട്ടാ, ഇത് പറന്നൊന്നും പോവില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. ഇത് വളരെ വിശ്വസ്തനായ തത്തയാണ്. ഇനിയിപ്പൊ ആരെങ്കിലും ഇതിനെ ആദ്യത്തെ യജമാനന്റെ കയ്യിൽ നിന്ന് വാങ്ങിട്ട് പോയാ പിന്നെ ഇത് അയാളെ യജമാനായിട്ട് കാണാൻ തുടങ്ങും. പിന്നെ ഒരിക്കലും അയാളെ വിട്ടു പിരിയുമില്ല. അത് ശരി, അപ്പൊ ഇതിനെ കൊണ്ട് നല്ല രസമായിരിക്കും അല്ലേ പത്തലു? എന്നാ അനിയന്മാരെ, ഞാൻ അങ്ങോട്ട് പോവുക. വളരെ സന്തോഷമുണ്ട് കണ്ടതിന്. എലി, എവിടെയാ കാലത്ത് തന്നെ തണ്ടാൻ ഇറങ്ങിയത്? വല്ലവന്റെ തല്ലു മേടിക്കാൻ പോവാനോടാ? എന്താ എന്നെ വിളിച്ചത്? എത്ര കൊണ്ടാലും നിങ്ങൾ പഠിക്കില്ല. സോറി ചേട്ടാ, ഇത് ഞാനല്ല പറഞ്ഞത്. നീ അല്ലെങ്കിൽ പിന്നെ നിന്റെ അച്ഛനാണോ പറഞ്ഞത്? ബോക്സറേട്ടാ, മോട്ടുവിനെ തല്ലുന്നതൊന്ന് നിർത്ത്. ഇത് പറഞ്ഞതൊക്കെ ദേ ഈ തത്തയാണ്. അതെ ബോക്സർ ചേട്ടാ, ഇത് തത്തയാ പറഞ്ഞത്. ഇത് സംസാരിക്കുന്നേ. തത്തയെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്താ ഇത് സംസാരിക്കുന്നു? അതും നിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നു. പറയേ തത്തേ, പറയാൻ. ഞാൻ മിറ്റുവാണ്. ഇത് വെറും മിട്ടു എന്നാണല്ലോ പറയുന്നത്. മോട്ടു, ഇത്തവണത്തേക്ക് വെറുതെ വിടുന്നു. ഇനി എന്നെ എലിയെന്ന് വിളിച്ചാലുണ്ടല്ലോ, നിന്റെ കഥ ഞാൻ കഴിക്കും. മനസ്സിലായോടാ? മനസ്സിലായി ബോക്സർ ചേട്ടാ. എടാ എലി, നീ എങ്ങോട്ടാ പോകുന്നേ? നിങ്ങളുടെ രണ്ടുപേരുടെ അവസാനം അടിച്ചിരിക്കും. ഇതാ നിനക്കുള്ള. ഇനി അങ്ങനെ വിളിക്കോ? ഇത് മോട്ടു എന്താ നോക്കി നിൽക്കുന്നേ? വാ, ഓടി രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് വീണ്ടും ഇടി കിട്ടും. ഓടിക്കോ. അതെ പത്തലു, ഇയാളെന്തിനാ ഇവിടെ വന്നിങ്ങനെ ഒളിച്ചിരിക്കുന്നത്? കള്ളനാന്നാ തോന്നുന്നേ. അല്ല ചേട്ടാ, നിങ്ങൾ എന്തിനാ ഒളിച്ചു നിൽക്കുന്നേ? മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒന്ന് മാറി നിക്ക്. അതെ സുഹൃത്ത്, ഞങ്ങൾ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? ഞങ്ങളിത് കള്ളന്മാരാണോ? മോട്ടു പത്ലു, ഞാൻ ചിങ്കമാണ്. എന്ത്, നീ ചിങ്കോ? നീ ചിങ്കം സാറിന്റെ ചെരുപ്പിനടിയിലെ പൊടി പോലും അല്ല, എന്നിട്ട് നീ ചിങ്കം എന്ന് പറയുന്നോ? വേണ്ട, നീ ചിങ്കോ ആണോ? നിന്നെ കാണുമ്പോ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്.
എന്റെ അമ്മോ, എന്നെ നിങ്ങളിങ്ങനെ തല്ലല്ലേ. ഞാൻ ഒറിജിനൽ ചിങ്കം തന്നെയാണ്. മോട്ടു പത്ലു, എന്നെ തല്ലല്ലേ. സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. എന്നെ തല്ലല്ലേ, എന്നെ വിട്ടേക്ക്. എന്നെ പിടിച്ചോ? വേണ്ട. നിങ്ങളിത് കണ്ടോ മോട്ടു പത്ലു? ഇത് കണ്ടാ മനസ്സിലാവും ഞാൻ ചിങ്കം തന്നെയാണെന്ന്. ചിങ്കം സാറേ, നിങ്ങളോ? ചിങ്കം സാറേ, സോറി, വെരി സോറി. ഞങ്ങൾ കള്ളനാന്ന് കരുതിയാ നിങ്ങളായിട്ട് ഇങ്ങനെ ഇടിച്ചത്. സോറി സർ. അല്ല ചിങ്കം സാറേ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് ഒളിഞ്ഞു നിൽക്കുന്നത്? ഞാൻ ആ കള്ളൻ ജോൺ ദ ഡോണിനെ പിടിക്കാൻ വേണ്ടി പതുങ്ങിയിരിക്കായിരുന്നു. നിങ്ങളും വേണമെങ്കിൽ പതുങ്ങിയിരുന്നോ ഇവിടെ തന്നെ. ശബ്ദമുണ്ടാക്കരുത്. സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവിടെ നിൽക്ക്. മോട്ടു പത്ലു, നിങ്ങൾ എന്റെ ശബ്ദത്തിൽ സംസാരിച്ച് ആ ജോൺ ദ ഡോണിനെ ഓടിപ്പിച്ചു കളഞ്ഞു. ഞാൻ ആ കള്ളനെ പിടിക്കാൻ വേണ്ടി 3 ദിവസമായിട്ട് കാത്തിരിക്കായിരുന്നു. ഞങ്ങളല്ല ചിങ്കം സാറേ ചെയ്തത്. ദേ, ഈ തത്തയാണ് പറഞ്ഞത്. മോട്ടു പത്ലു, ഈ തത്തയെ കൊണ്ട് സംസാരിക്കാൻ കഴിയോ? പറയൂ മിസ്റ്റർ തത്തേ, നിനക്ക് സംസാരിക്കാൻ കഴിയുമോ? പറയൂ 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 പറയൂ. മിട്ടു, എന്താണോ പറഞ്ഞത് അത് പറ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും ഒരു പാവം തത്തയുടെ മീതെ പഴി ചാർത്താൻ നോക്കുകയാണ്. ഇതിന് നിങ്ങൾക്കുള്ള ശിക്ഷ എന്തായാലും കിട്ടിയിരിക്കണം. എന്നാ പിടിച്ചോ. അവിടെ നിൽക്ക്, അവിടെ നിൽക്കാൻ. മോട്ടു, അവിടെ നിൽക്കാൻ. ഓയ് മോട്ടു, എന്റെ ചങ്കേ, നമ്മൾ എന്തിനാ ഈ തത്തയെ കാട്ടിലേക്ക് കൊണ്ടുപോയി വിടുന്നത്? അതിന്റെ കാര്യം എന്താ? അതെ ഡോക്ടർ ജഡ്ക, ഇതിന്റെ ഭാര്യയും കുട്ടികളൊക്കെ കാട്ടിലാണുള്ളത്. അതുകൊണ്ടാ ഇതിനെ കാട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരാന്ന് കരുതിയത്. അതെന്തായാലും കൊള്ളാം മോട്ടു. ഇതാ എത്തി, ഇതിന്റെ വീട് എത്തി. ആ എന്നാ ചെല്ലു മിട്ടുകുട്ട, നിന്റെ വീട് ഇതേ എത്തിയിരിക്കുന്നു. ഓയ് മോട്ടു, ഇത് വീണ്ടും തിരിച്ചു വന്നല്ലോ. എടാ, പറക്ക് പറക്ക്, പറക്കാനാ പറഞ്ഞത്. എന്റെ മോനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ടോ. എടാ എന്റെ പൊന്നുമോനെ, എന്തിനാ ഞങ്ങളുടെ പുറകിൽ ഇങ്ങനെ വരുന്നത്? ഞങ്ങളുടെ പുറകിൽ നിന്ന് പോയിത്തോ. ഞാൻ നിന്നെ 10 രൂപ കൊടുത്താണ് വായിച്ചത്. പക്ഷെ ഞാനിപ്പോ നിന്നെ ഫ്രീ ആയിട്ട് വെറുതെ നിന്നെ സ്വതന്ത്രനാക്കി തരാം. എന്റെ ദൈവങ്ങളെ, പത്ലു, നീ തന്നെ ഇതിന് വല്ലതും ചെയ്യണം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ മോട്ടു, നമുക്ക് ഇതിനെ വെച്ച് ഒരു മിമിക്രി എക്സിബിഷൻ എങ്ങാനും നടത്തിയാലോ? എന്നാൽ കാശുണ്ടാക്കാം. അതേ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാനിങ്ങനെ ഒരു കാര്യം കണ്ടിട്ടേ ഇല്ല. ഓയ് എന്റെ ചങ്കേ, എന്റെ രോഗികളാണ് സത്യം. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. കേട്ടല്ലോ, impossible. മോട്ടുവിന്റെ ഈ തത്ത സംസാരിക്കുന്നുണ്ടല്ലോ, ഇത് ഭയങ്കര അത്ഭുതം തന്നെ. നിങ്ങള് പോയി പൊളിച്ചിട്ട് വാ മക്കളെ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്തു നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് അത് നോക്ക്, നമുക്ക് എങ്ങനെയാ തത്തയെ അടിച്ചു മാറ്റാൻ പറ്റും? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല എവിടെ പോവാ? പിടിക്കാവുമാരെ. നിൽക്ക്, ആരെങ്കിലും ആ ജോണിനെ പിടിക്കേ. ഞങ്ങളുടെ തത്തയെ ദേ കൊണ്ടുപോകുന്നേ. ഞങ്ങളുടെ തത്തയെ ഇങ്ങോട്ട് താ. മോട്ടു സഹോദര, ഇത് അതിന്റെ തത്തയെ തിരിച്ചെടുത്തുകൊള്ളൂ. പ്ലീസ് ഒന്ന് തിരിച്ചെടുക്കാമോ? ഏയ് വേണ്ട വേണ്ട ജോണേട്ടാ, അത് നിന്റെ മാത്രം തത്തമ്മയാ. നീ അതിനെ എന്തുമാത്രം കഷ്ടപ്പെട്ടാ മോഷ്ടിച്ചത്? അല്ല, ഇത് നിന്റെയാണ്.
ഇത് ജോൺ ദ ഡോണിനെ മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞു. ഇന്നലെ ഞാൻ ജ്വല്ലറി ഷോപ്പിൽ മോഷണം നടത്താൻ പോയി. ജോൺ, ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. അടിക്കവനെ, അടിക്ക്. അതിനുശേഷം ഞാൻ ബാങ്ക് കൊള്ളയടിക്കാൻ പോയി. Hands up! Hands up! ഇല്ല. ഇടിക്കരുത്, ഇടിക്കരുത്. വേണ്ട, വേണ്ട. ഞാൻ നന്നായിക്കൊള്ളാം. എന്റെ പൊന്നു മോട്ടു, എന്നോട് ദയവ് കാണിക്കണം. നീ നിന്റെ തത്തയെ തിരിച്ചു വാങ്ങിച്ചേ പറ്റൂ, പ്ലീസ്. ഞാൻ എവിടെയൊക്കെ പോയാലും അവിടെയെല്ലാം ഇത് വന്ന് പ്രശ്നം ഉണ്ടാക്കി കുളവാക്കുക മോട്ടു. മോട്ടു, ഇത് നിന്റെ തത്തയല്ലേ, പ്ലീസ് ഇതിനെ ഒന്ന് വാങ്ങിക്കണം, പ്ലീസ്. പറയൂ മിട്ടു, നിന്റെ മുതലാളി ആരാണ്? ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. ജോണാണ് എന്റെ മുതലാളി. എന്നാ പിന്നെ ചെല്ലു ജോണേ, ഞങ്ങളെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്ക്. നല്ല സ്വപ്നം കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും വരും. ഒന്ന് ചെല്ലു ജോണേ. ജോൺ എങ്ങനെയാണ് ഇനി ഡോൺ ആവുക? വാതിൽ തുറക്ക്. ഇനി ഈ തത്ത എന്നെ ഒരു പരുവത്തിലാക്കിയിട്ട് പോവുകയുള്ളൂ. മമ്മി. Watch India's largest kids library only on Jio Hotstar. Download the app now.